കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഋതുസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ അടുക്കളത്തോട്ടത്തിലെ കുറച്ച് പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനാണ്. ഇത് നമ്മുടെ വള്ളിപ്പയറാണ്. ദാണ്ടെ പൂവിട്ട് കായായി തുടങ്ങുന്നുണ്ട്. ഉണ്ടോ? അവിടെയൊക്കെ പൂക്കളൊക്കെ ആയി ഇഷ്ടംപോലെ പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പാവലും പടവലവും കൂടെ ഒന്നിച്ചാണ് പടർത്തിയിരിക്കുന്നത്. ഞാൻ പിന്നെ ഇതുങ്ങൾക്ക് കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശീമക്കൊന്നയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുന്നൊരു സാധനമാണ്. അതില്ലാതെ ഞാനൊരു കൃഷിയും ചെയ്യാറില്ല. പിന്നെ നമുക്ക് കുറച്ച് കോഴിവളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ ഞാൻ ചീരയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാവലിൽ നീണ്ട കായ്കളൊക്കെ ആകാറായിട്ടുണ്ട്. പൂക്കളൊക്കെ വിരിയാറാകുന്നുണ്ട്. ഇവിടെയും കുറച്ച് കായ്കളൊക്കെ ഉണ്ട്. സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളിടത്തൊക്കെയാണ് ഇങ്ങനെ പടർത്തിയേക്കുന്നത്. കണ്ടോ, തെങ്ങിൻ്റെ മണ്ടയ്ക്കൊക്കെയാണ് പടർന്ന് കയറിയേക്കുന്നത്. പിന്നെ നിങ്ങളെ ഞാൻ അന്ന് വളവീടിയിൽ വീഡിയോ കാണിച്ച നമ്മുടെ തക്കാളിയാണ്. കണ്ടോ, കായകളൊക്കെ ആയേ. ഞാൻ ഇങ്ങനെ എന്താ പറഞ്ഞത്, ഈ വിരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ കായകളൊന്നും ഞാൻ വെട്ടി കളയാറില്ലേ. ഇതിങ്ങനെ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ തക്കാളി പാകമായി പറിച്ച് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ, സാധാരണയായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് എനിക്കുണ്ടല്ലോ ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ പുറകിന് വളർന്ന് കയറി വന്ന് കായ്കളായി കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഞാൻ അവരെ ഒന്നും പിച്ചി കളയാറില്ലേ. കണ്ടോ, ഇഷ്ടം പോലെ പൂക്കളായി. ഉണ്ടോ, മുട്ടിന് കായ്കളൊക്കെ ആയിട്ടുണ്ട്. ഉണ്ടോ, അതിവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇവരുണ്ടല്ലോ മഴക്കാലം ആയതുകൊണ്ട് കായാകാൻ ഇച്ചിരി പാടാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പോളിനേഷൻ നടക്കാത്ത കാരണം പൂക്കളൊക്കെ മിക്കതും പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഉണ്ടല്ലോ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇവരങ്ങ് പോളിനേഷൻ നടന്നോളും. അപ്പോൾ അത് കാരണം പെട്ടെന്ന് കായകളും പിടിക്കുവേ. ഇലകളുണ്ടല്ലോ മഴക്കാലമായത് കാരണം ഉണ്ടല്ലോ ഈ പൂമ്പൊടിയെല്ലാം വെള്ളത്തിൽ കലങ്ങി ഒഴുകി പോകുന്ന കാരണം ഉണ്ടല്ലോ കായകളൊക്കെ ഉണ്ടാകാൻ വലിയ താമസമാണ്. ഇവിടെയൊക്കെ ചെറിയ പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇത് നോക്കിക്കേ, ഞാനൊന്ന് നിങ്ങളെ ചരിച്ച് നട്ട് കാണിച്ച് എൻ്റെ തക്കാളി ചെടികളാണ് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നേരെ വരുമെന്ന്. ഇതാണ്ട് നോക്കിക്കേണ്ട. ഇത് കണ്ടോ, ഇതെൻ്റെ അടുക്കളത്തോട്ടത്തിലെ കുറ്റിക്കുരുമുളകിൻ്റെ തൈയാണേ. നോക്കിക്കേ, ഇഷ്ടംപോലെ കായകളുണ്ട്. കണ്ടോ, ഇത് മഴ കാരണം കണ്ടോ എല്ലാം മണ്ണിലൊക്കെ മുട്ടിക്കിടക്കും. ഇഷ്ടംപോലെയുണ്ട് കായകൾ. അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഞാനെന്താ കാണിച്ച് തന്ന നമ്മുടെ മുളക് തൈയാണ്. കണ്ടോ, കായകളൊക്കെ ആയേ, പൂക്കളെല്ലാം പൊഴിഞ്ഞ് കായകളായേ. ഞാനിതിനുണ്ടല്ലോ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നേ. കണ്ടോ, നോക്കിക്കേ, ഇഷ്ടംപോലെ കായ. ഇതിന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല. വളർന്നു വന്ന് കഴിയുമ്പോഴത്തേക്കിന് ശരിക്കുള്ള അറിയാൻ പറ്റത്തുള്ളായിരിക്കും. കുഞ്ഞതായതുകൊണ്ടേ കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇത് പിന്നെ നമ്മുടെ മംഗലാപുരം ഊരുവെണ്ടയാണേ. ഇത് നമ്മുടെ റെഡ് വെണ്ടയാണേ. ഇതാണ് എൻ്റെ നീലക്കാന്താരി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മുളകാണ്. കളർ നല്ല ഭംഗിയല്ലേ. എനിക്ക് എൻ്റെ കളർ കണ്ടോ, നല്ല കളറാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ കളറ്. ഇത് നമ്മുടെ ബുള്ളറ്റ് മുളകാണ്. കണ്ടോ, ഓക്കെ, ഇഷ്ടംപോലെ മുളകുണ്ട്. കണ്ടോ, നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇഷ്ടംപോലെ മുളകുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ സിറ ഇനത്തിൽപ്പെട്ട മുളകാണ്. ഇതുണ്ടല്ലോ മഴ കാരണം നട്ട് വെച്ചതായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ അതിങ്ങനെ ചരിഞ്ഞ് കിടന്ന കാരണം എന്താണ്ട് അവിടുന്ന് ഒരു ശിഖരം പൊട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതിലും പൂക്കളൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നട്ടതാണ് ഈ തൈയും. പക്ഷേ ഇതെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ഓർത്താലുണ്ടല്ലോ, മഴ കാരണം ഉണ്ടല്ലോ ഇതിൽ പെട്ടെന്നൊരു കീടം ആക്രമിക്കുക. അതായത് നമ്മൾ ഈ മണ്ണിൽ മുട്ടി നിൽക്കുന്ന ഈ ഭാഗത്തെ ഉണ്ടല്ലോ തൊലികളെല്ലാം അങ്ങ് തിന്ന് തീർക്കും. ഞാൻ 1-2 ആദ്യം അങ്ങ് പിഴുത് കളഞ്ഞായിരുന്നേ. പിന്നെ തോന്നി എന്തിനാ പിഴുത് കളയുന്നത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് മണ്ണ് കൂട്ടി കൊടുക്കാം. എന്നാൽ ഞാൻ കുറച്ചുകൂടെ മുകളിലോട്ട് മണ്ണ് കൂട്ടിയപ്പോൾ അതാണ്ട് ശരിക്ക് വളർന്നു വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ പിഴുത് കളഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് ബുദ്ധി തോന്നിയത്. ഇത് നമ്മുടെ ഭാസ്കര എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട മുളകാണെന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇതിൻ്റെ പേര് കേട്ടോ. ഇതിൽ മുളകൊന്നും ഇത്രയും വലുതായിട്ടും ചെടി വലുതായിട്ടും മുളകൊന്നും പിടിക്കാതെ നിൽക്കുമായിരുന്നേ. ഞാനതിന് വളമൊക്കെ ഇട്ട് കൊടുത്ത് മുളകൊക്കെ പിടിപ്പിച്ചുകൊണ്ട് വന്നതാണ്. മുളക് ഉണ്ടാകുമായിരുന്നു, പക്ഷെ കുഞ്ഞു കുരുട്ടടിച്ച പോലത്തെ മുളകുകളായിരുന്നു ഉണ്ടാകുന്നത്. ഇപ്പം അതിന് മുളകൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടേ. ഇത് നമ്മുടെ ഒരിനം കാന്താരിയാണ്. ഏതാണ്ട് കണ്ടോ, മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് എൻ്റെ പച്ചക്കാന്താരിയാണ്. ഇത് ഹൈബ്രിഡ് പച്ചക്കാന്താരിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.